അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു ഖുർആൻ ആയത്തിലടങ്ങിയ വിധി മറ്റൊരു ആയത്ത് മുഖേന നീക്കം ചെയ്യുക എന്നതിന് നസ്ഖ് ചെയ്യുക എന്ന് പറയും. അഥവാ ഒരു ആയത്തനുസരിച്ച് നിലവിലുള്ള താൽക്കാലികമായ ഒരു മതവിധിയെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് കൂടുതൽ സ്ഥിരവും പ്രായോഗികവുമായ വേറൊരു വിധി നിർദ്ദേശിച്ചു കൊണ്ടുള്ള വചനം അവതരിക്കുക, അതാണത്. ഇങ്ങനെ പുതിയ വല്ല ആയത്തുകളും അവതരിക്കുമ്പോൾ ഖുർആൻ്റെ ശത്രുക്കൾ ആരോപിക്കാറുള്ള ഒരു ആരോപണം എടുത്തു കാട്ടിക്കൊണ്ട് അതിന് മറുപടി നൽകുകയാണ് ഈ ആയത്തും ഇതിന് ശേഷമുള്ള ആയത്തുകളും ചെയ്യുന്നത്. അഥവാ അവർ പറയുന്നത് ഒരിക്കൽ ഒന്ന് കൽപ്പിക്കുകയും പിന്നീടത് മാറ്റി വേറൊന്ന് കൽപ്പിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അള്ളാഹുവിൽ നിന്നുണ്ടാകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ ഖുർആൻ മുഹമ്മദ് കെട്ടിയുണ്ടാക്കി അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണെന്ന് വാദിക്കുക മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പറഞ്ഞത് പിന്നെ മാറ്റി പറയേണ്ടി വരുമായിരുന്നില്ല എന്നിങ്ങനെയാണ് അവരുടെ ആരോപണം. അവതരിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, അവതരിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ്, സന്ദർഭത്തിനും പരിതസ്ഥിതികൾക്കും അനുയോജ്യമായത് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. അതനുസരിച്ചാണ് അള്ളാഹു എല്ലാം അവതരിപ്പിക്കുന്നത്. പക്ഷേ മിക്ക ആളുകളും ഈ വക യാഥാർത്ഥ്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തതാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.